പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രീകാന്ത് വിക്രത്തിന്റെ കുടുംബത്തേക്ക് ഇങ്ങനെ നാണം കെടുത്തുന്നതും കണ്ടുകൊണ്ട് തന്നെ വേദ ആകെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമായിരിക്കും. ശ്രീകാന്ത് വിക്രമിനോട് പറഞ്ഞത്, എടാ നീ ഒരു ഗുണ്ടയാണെന്ന് എനിക്കറിയാം, പക്ഷേ മോഷണം കയ്യിലുണ്ടെന്ന കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. ഒന്നുകിൽ നീ അല്ലെങ്കിൽ പിന്നെ നിന്റെ വീട്ടുകാരായിരിക്കും ആ വള മോഷ്ടിച്ചത്. ശ്രീകാന്തിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിനങ്ങ് ദേഷ്യം വന്നു കൊടുത്തിന്, എടാ നീ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് ശ്രീകാന്തിന്റെ കഴുത്തിനങ്ങ് കയറി കുത്തിപ്പിടിക്കും. ആ സമയത്തിന് ശങ്കരനാരായണൻ നോക്കുകയാണ് കേട്ടോ. അന്നേരം വേദ വിക്രമിനോട് വന്നിട്ട് പറയുന്നുണ്ട്, വേണ്ട വിക്രം പ്ലീസ്, ഇവിടെ വെച്ചിട്ട് ഇങ്ങനൊരു സീൻ വേണ്ട, ഒന്ന് നിർത്തുമെന്ന് പറയുന്ന സമയത്ത് തന്നെ വിക്രം ചോദിക്കുന്നത്, ഇത്രയൊക്കെ ഇവരൊക്കെ ഞങ്ങളെ ചേർന്ന് അപമാനിച്ചിട്ടും ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പോലും മിണ്ടിയില്ലല്ലോ. നിന്റെ ചേട്ടൻ വിളിച്ച് പറയുന്നതെല്ലാം തന്നെ നീയും കേട്ടതല്ലേ, ആ വളം മോഷ്ടിച്ചത് ഞാനും എൻ്റെ വീട്ടുകാരുമാണെന്ന്. വേദ ശ്രീകാന്തിനോട് പറഞ്ഞിട്ട്, ശ്രീയേട്ടൻ ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. വിക്രമോ വീട്ടുകാരോ അത് എടുത്തു എന്നതിന് എന്തെങ്കിലും തെളിവ് ശ്രീയേട്ടൻ്റെ കയ്യിലുണ്ടോ? ഇല്ലല്ലോ. തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ആരെയും ഇങ്ങനെ കുറ്റം പറയാൻ പാടില്ല. അതുകൊണ്ട് യാതൊരു തെറ്റും ചെയ്യാത്ത വിക്രമിനോട് ശ്രീയേട്ടൻ മാപ്പ് പറയണമെന്ന് പറയാട്ടോ വേദ. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് നീ പറഞ്ഞത്? ഇവരോട് ഞാൻ മാപ്പ് പറയണം? മര്യാദക്ക് ആ വള ഇങ്ങ് തിരിച്ചു തരാൻ പറ. വിക്രമിനാണെങ്കിൽ ശ്രീകാന്തിനെ കൊല്ലാനുള്ള ദേഷ്യമായി ഇങ്ങനെ നിൽക്കുന്ന സമയത്തിന് ശങ്കരനാരായണൻ പറഞ്ഞിട്ട്, ശ്രീകാന്തെ നിർത്ത്, വീട്ടിൽ അതിഥികളായിട്ട് വന്നവരെ ഇങ്ങനെ അപമാനിച്ച് നിർത്തുകയാണ് വേണ്ടത്. വിക്രമും വിക്രമിൻ്റെ വീട്ടുകാരും ഒരിക്കലും ആ വള എടുക്കില്ല എന്ന കാര്യം എനിക്ക് അത്രമാത്രം ഉറപ്പുണ്ട്. അതുകൊണ്ട് ശ്രീകാന്തിനെ ഒരിക്കലും അവരെ കുറ്റം പറയാൻ പാടില്ല എന്ന് പറയും. അപ്പോഴേക്കും ശ്രീകാന്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ശങ്കരനാരായണനെ തന്നെ നോക്കുന്ന സമയത്തിന് അച്ഛമ്മയും കമലമ്മയും മാഷൊക്കെ ഇങ്ങനെ ശങ്കരനാരായണനെ തന്നെ നോക്കി നിൽക്കുകയാണ്. മാഷിനോട് അയച്ച് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ശ്രീകാന്ത് ഒരിക്കലും അങ്ങനെ വിക്രത്തിനോട് പറയാൻ പാടില്ലായിരുന്നു. അതിന് ശ്രീകാന്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോടെല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ സുധാകര മാഷ് പറഞ്ഞിട്ട്, ഇന്നേ വരെ ഈ നിമിഷം വരെ സുധാകര മാഷ് ഇന്നേ വരെ ആരുടെ മുന്നിൽ തല കുനിക്കേണ്ടി വന്നിട്ടില്ല, അപമാനിക്കപ്പെട്ടിങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇന്ന് യാതൊരു തെറ്റും ചെയ്യാതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല കുനിച്ച് നിൽക്കേണ്ടി വന്നു. എൻ്റെ അമ്മയുടെ കയ്യിൽ ഇഷ്ടം പോലെ സ്വത്തുണ്ട്. നിങ്ങൾക്ക് എന്തറിയാം ഞങ്ങളെ പറ്റിയിട്ട്? ഞങ്ങളുടെ തറവാട് വിറ്റാത്തന്നെ കോടിക്കണക്കിന് വിലമതിക്കുന്ന അത്രമാത്രം പണം കിട്ടും. നിങ്ങളുടെ അത്ര കോടിക്കണക്കിന് സ്വത്തുക്കൾ വരില്ലെങ്കിൽ പോലും ഞങ്ങൾ അത്രമാത്രം പുറകിലില്ല എന്ന കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആ സ്വത്തെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. ആരുടെയും കയ്യിലുള്ള സ്വത്തോ പണമോ മോഹിച്ചുകൊണ്ടൊന്നല്ല ഞാനും എൻ്റെ കുടുംബവും ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് മോഷണത്തിൻ്റെ പേരിൽ നിങ്ങൾ ആരും ഞങ്ങളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. സർ ഏതായാലും ഞങ്ങളെ പറ്റിയിട്ട് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങാണെന്നൊക്കെ പറഞ്ഞ് സുധാകര മാഷും വീട്ടുകാരും അവിടെ നിന്നും ഇറങ്ങാൻ നോക്കും. സുധാകര മാഷ് അവിടെ നിന്നങ്ങ് പോകുന്നതോടുകൂടി തന്നെ വിക്രം ദേഷ്യപ്പെട്ട് ശ്രീകാന്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. ആ സമയത്തിന് വേദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വേദയോടായിട്ട് പറയുന്നുണ്ട്, അത് ഞാൻ ഇവിടെ നിന്ന് പോവാണ്, നിന്നോടൊരിക്കലും ഞങ്ങളുടെ കൂടെ വരാനൊന്നും ഞാൻ പറയുന്നില്ല. നീ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് എനിക്കും നിനക്കും നല്ലത്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും എൻ്റെ വീട്ടുകാരെല്ലാവരും തന്നെ ഇവിടെ അപമാനിക്കപ്പെട്ടത് നീ കാരണമാണ്. നിന്റെ കുടുംബം എൻ്റെ കുടുംബം ഒരിക്കലും സെറ്റാവില്ല എന്ന കാര്യം നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഇവിടെ തന്നെ നിൽക്കണം. എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാർക്കൊപ്പം നീ ഇങ്ങോട്ടേക്ക് വരല്ലേ. നിന്റെ വീട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നീ ഇവിടെ തന്നെ നിൽക്കുവേദേ. ഇതോടുകൂടി തന്നെ തീർന്നു ഞാനും നീയുമായിട്ടുള്ള സകല ബന്ധവും. ദയവ് ചെയ്ത് നീ നിന്റെ വീട്ടുകാരുടെ സന്തോഷത്തിന് ഇവിടെ തന്നെ നിൽക്കണം വേദേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ വിക്രം വീട്ടുകാരുടെ കൂടെ അവിടെ നിന്നങ്ങ് പോകുന്നത്. അപ്പോഴേക്കും ഒന്നും മിണ്ടാൻ കഴിയാതെ നിറ കണ്ണുകളോടെ ഇങ്ങനെ നിൽക്കുമായിരിക്കും വേദ സങ്കടപ്പെട്ട് നിറ കണ്ണുകളോടെ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതെല്ലാം കാണുന്ന സമയത്തിന് ശങ്കരനാരായണനും ഒരുപാട് സങ്കടാവുന്നുണ്ട്. എന്നാൽ ശ്രീകാന്ത് ആവട്ടെ ദേഷ്യപ്പെട്ട് മുകളിലേക്ക് അങ്ങ് കയറി പോവും. ഇതേ സമയത്ത് തന്നെ സുധാകര മാഷും വീട്ടുകാരെല്ലാം അകത്തേക്ക് കയറി വരുന്ന സമയത്തിന് കമലം അങ്ങനെ മാഷിനോട് പറയുന്നുണ്ട്, എന്നാലും മാഷേ വേദമോൾ നമ്മുടെ കൂടെ വന്നില്ലല്ലോ, ഇനി ഒരിക്കലും വേദമോൾ ഇങ്ങോട്ടേക്ക് വരില്ലേ? അന്നേരം അച്ചമ്മ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും വേദമോൾ ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങോട്ടേക്ക് വരാതെ പിന്നെ അവൾ എവിടെ പോവാനാ? അവൾക്കൊരിക്കലും ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, ഇനി അവൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? അവൾക്ക് ഏറ്റവും വലുത് അവളുടെ വീട്ടുകാരാണ്. നമ്മളേക്ക് അവിടെ നിർത്തി അപമാനിക്കുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ടി ഒരു വാക്ക് പോലും അവൾ പറഞ്ഞില്ലല്ലോ. പിന്നെ നമ്മുടെ കൂടെ അവൾ ഇങ്ങോട്ടേക്ക് വരാനും നോക്കിയിട്ടില്ല. ഇനി ഇവിടെ നിന്നും എന്തിൻ്റെ പേരിലാണെങ്കിലും ആരും അവളെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കാനൊന്നും നോക്കണ്ട. അതിപ്പോൾ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛമ്മയാണെങ്കിലും ആരും അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കണ്ട. ഇതോടുകൂടി എല്ലാം അങ്ങ് അവസാനിക്കുകയാണെങ്കിൽ അങ്ങ് അവസാനിക്കട്ടെ. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ലേ, എനിക്കും നമ്മുടെ കുടുംബത്തിനും നല്ലതിന് വേണ്ടിയിട്ടൊന്നല്ല വേദ ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നത്, നമ്മുടെ ഈ കുടുംബത്തിൻ്റെ നാശത്തിന് വേണ്ടി തന്നെയാണ്. ആ കാര്യം ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം ഏതായാലും ബൈക്കുമെടുത്ത് അവിടെ നിന്ന് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. വിക്രത്തിൻ്റെ വാക്കെല്ലാം കേട്ടുകൊണ്ട് തന്നെ അച്ചമ്മയും മാഷും കമലമ്മയ്ക്ക് ആകെ സങ്കടപ്പെട്ടിരിക്കുമായിരിക്കട്ടോ. വിക്രം വർക്ക്ഷോപ്പിലേക്ക് എത്തിയ ഉടനെ തന്നെ വിക്രത്തിൻ്റെ ഫോണിലേക്ക് വേദ വിളിക്കുന്നുണ്ട്. വേദയുടെ ഫോൺ കോൾ കാണുന്ന സമയത്തിന് വിക്രം ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഫോൺ കട്ടാക്കിയതിന് ശേഷം വർക്ക്ഷോപ്പിലെ ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തിന് നന്ദിനി ഏതായാലും അവിടെ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ രാധയോട് വിളിച്ച് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല രാധക്ക് അത് ഒരുപാട് സന്തോഷമായിരിക്കും.
നന്ദിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദേ രാധെ, ഇതാണ് നിനക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അവസരം. ഇനി ഉടനെ തന്നെ വേദ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്നൊന്നും തോന്നുന്നില്ല. അവൾക്ക് ഇപ്പോഴും വലുത് അവളുടെ വീട്ടുകാർ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ അവൾ ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നോ? വിക്രമിന് ഏതായാലും ഇപ്പോൾ വേദയെ ശരിക്കങ്ങ് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് ആ ഗ്യാപ്പിൽ നീ എങ്ങനെയെങ്കിലും വിക്രമിൻ്റെ മനസ്സിലേക്ക് കയറി പറ്റാൻ നോക്ക് രാധയെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അവളെ ഇനി ഇവിടെ നിന്നും ആരും വിളിക്കരുത് എന്നാണ് വിക്രം പറഞ്ഞിട്ട് പോയതെന്നൊക്കെ നന്ദിനി പറയുന്ന സമയത്തിന് രാധ ചോദിക്കുന്നുണ്ട്. ശരിക്കും സത്യമാണ് നന്ദിനി എടുത്തി നിങ്ങൾ ഈ പറയുന്നതൊക്കെ? ഏതായാലും അവനിപ്പോൾ വർക്ക്ഷോപ്പിൽ കാണും, ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലായിരിക്കും രാധ ഭയങ്കര സന്തോഷത്തോട് വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് കാണുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് തനിക്ക് വേണ്ടത്? മനുഷ്യൻ ഇവിടെ സ്വസ്ഥമായിട്ടൊന്ന് ജോലി ചെയ്യാനും സമ്മതിക്കില്ലേ നീ? അപ്പം രാധ ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ ഞാനൊന്നും ചെയ്തില്ലല്ലോ, നിന്നെ കാണണമെന്ന് എനിക്ക് തോന്നിയപ്പോഴേക്കും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു, അത് ഇത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ വർക്ക്ഷോപ്പിൽ വിക്രത്തിൻ്റെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവൻ എങ്ങനെ ദേഷ്യം പിടിപ്പിച്ചിട്ട് പോകും? ഇതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ രാധെ? ഇനിയെങ്കിലും നിന്റെ ഈ വരവ് ഇങ്ങോട്ടേക്ക് നിർത്ത്. വിക്രമിനൊരു ഭാര്യയും കുടുംബമൊക്കെ ഉണ്ട്. അവൻ ഇനി അവൻ്റെ ഭാര്യയുടെ കൂടെ സുഖമായിട്ട് ജീവിച്ചോട്ടെ. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരല്ലേ എന്നൊക്കെ പറ. അപ്പോൾ രാധ പറഞ്ഞിട്ട്, അതെ അവന് കുടുംബമുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു, പക്ഷേ അവന് ഭാര്യ ഉണ്ടെന്ന് നിങ്ങൾ പറയല്ലേ? അവന് ഭാര്യ ഉണ്ടെങ്കിൽ അത് അവനും കൂടി സമ്മതിക്കണ്ടേ? അവളിങ്ങനെ എപ്പോഴും എന്നോട് വിളിച്ചു പറയുന്നുണ്ട് ഇവൻ്റെ ഭാര്യയാണെന്ന്, പക്ഷേ ഇവനത് മനസ്സ് തൊട്ട് എന്നോട് പറയാൻ പറ്റുമോ? എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇവൻ അങ്ങനെ പലതും വിളിച്ചു പറയും, പക്ഷേ അതൊന്നും എനിക്ക് വിശ്വാസമാവില്ല. വിക്രത്തിൻ്റെ മനസ്സിലൊരു പെണ്ണിന് സ്ഥാനമുണ്ടെങ്കിൽ അത് ഈ രാധക്ക് മാത്രമായിരിക്കും, അല്ലേ വിക്രം എന്നൊക്കെ ചോദിക്കാട്ടോ രാധ. അപ്പോഴേക്കും വിക്രത്തിനങ്ങ് ദേഷ്യം വന്ന് രാധയുടെ നേർക്ക് കൈ ചൂണ്ടിക്കൊടുത്തിനെ പറഞ്ഞിട്ട്, ദേ അനാവശ്യം വിളിച്ച് പറഞ്ഞാണുണ്ടല്ലോ, എൻ്റെ മനസ്സിൽ നിന്നോട് ഒന്നും തന്നെ തോന്നിയിട്ടില്ല. എൻ്റെ മനസ്സിൽ അങ്ങനെ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നീയല്ല. പിന്നെ അതാരാണെന്ന് തുറന്നു പറയാനൊന്നും എനിക്കിപ്പോൾ മനസ്സില്ല. അല്ലെങ്കിലും എൻ്റെ മനസ്സിലുള്ള കാര്യമൊക്കെ ഞാൻ എന്തിനും നിന്നോട് പറയണം എടി, ഇനിയെങ്കിലും നീ എന്നെ ഒന്ന് വെറുതെ വിട്. അപ്പം രാധ പറയുന്നുണ്ട്, നീ ഭാര്യ എന്ന് പറഞ്ഞ് നടക്കുന്ന അവൾക്ക് ഏതായാലും ഇപ്പം നിന്നെ വേണ്ടല്ലോ. പക്ഷേ ഞാൻ അങ്ങനെയൊന്നുമല്ല വിക്രം നിന്നെ കണ്ടിരിക്കുന്നത്. നിന്നെ കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് മറ്റാർക്കും ഞാൻ എൻ്റെ മനസ്സിൽ സ്ഥാനം കൊടുത്തിട്ടുള്ളൂ. ആ കാര്യം നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. എന്നെങ്കിലും ഒരിക്കൽ നീ എൻ്റെ സ്നേഹം തിരിച്ചറിയും, അതോർത്തോ. പിന്നെ ഒരു കാര്യം കൂടെ നീ ഓർക്കുന്നത് നല്ലതാ, വേദയെ പോലെയൊന്നും ആയിരിക്കില്ല ഞാൻ. ആർക്ക് വേണ്ടിയിട്ട് നിന്നെ ഉപേക്ഷിക്കാൻ ഈ രാധ തയ്യാറല്ല എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ പറയട്ടെ. രാധ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നങ്ങ് പോകുന്നത് കാണുന്ന സമയത്തിന് വിക്രത്തിനും അത് വല്ലാത്ത സങ്കടമായിരിക്കും. ഇതേ സമയത്തായിരിക്കും വേദ വീണ്ടും വിക്രത്തിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പോഴേക്കും വിക്രം ദേഷ്യപ്പെട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. വേദ സങ്കടത്തോടു കൂടെ തന്നെ പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ എത്ര വിളിച്ചിട്ടും വിക്രം ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്ന സമയത്തിന് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ അവരൊക്കെ പോയ സമയത്ത് നീ അവരുടെ കൂടെ തന്നെ പോവണമായിരുന്നു. അത് നീ ചെയ്യാത്തത് തെറ്റ് തന്നെയാണെന്ന് ഇങ്ങനെ മുത്തശ്ശിയും കുറ്റപ്പെടുത്തുമ്പോൾ വേദക്ക് സങ്കടമാണ്. എന്നിട്ട് വേദ പറയുന്നു, അച്ഛമ്മേ ആ സമയത്ത് എനിക്ക് അവരുടെ കൂടെ പോകാൻ തോന്നിയില്ല. മാത്രമല്ല അച്ഛൻ ഇങ്ങനെ വയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് അച്ഛനെ വിട്ടു പോവുക? പിന്നെ അവരെല്ലാവരും ചേർന്നിട്ടാണ് ആ വള മോഷ്ടിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പിന്നിലുള്ള സത്യം എനിക്ക് കണ്ടുപിടിക്കണം. ആ വള എവിടെയാണെന്ന കാര്യം എനിക്ക് കണ്ടുപിടിക്കണം. ആ വള കണ്ടുപിടിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ അവരുടെ കൂടെ പോവാത്തത് എന്നൊക്കെ പറയട്ടെ വേദ. എനിക്കിനി അച്ഛനോട് കുറച്ച് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയുടെ അടുത്ത് നിന്നും ശങ്കരൻ്റെ അടുത്തേക്ക് പോവുകയാണ് വേദ. ശങ്കരൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്തിന് ശങ്കരൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, മോൾക്ക് എന്തെങ്കിലും ഈ അച്ഛനോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അങ്ങോട്ടേക്ക് ശ്രീകാന്ത് വരെയാണ്. ശ്രീകാന്ത് വന്ന് പറയുന്നത്, ഇനി എന്ത് പറയാനാ, അവരൊരിക്കലും ഇവളെ തിരിച്ചു വിളിച്ചിട്ടില്ല. ഇനി ഏതായാലും ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോവേ വേണ്ട. അവർ നിന്നെ വിളിക്കാത്ത സ്ഥിതിക്ക് നീ ഏതായാലും ഇനി അങ്ങോട്ടേക്ക് വലിഞ്ഞു കയറിയിട്ടൊന്ന് പോവേണ്ട വേദ. എല്ലാം ഇതോടുകൂടി അങ്ങ് അവസാനിപ്പിക്കണം. നീ പഴയ കാര്യങ്ങളെല്ലാം തന്നെ മറന്ന് പഴയ വേദമായിട്ട് ഇനി സന്തോഷത്തോടു കൂടി തന്നെ ഈ വീട്ടിൽ തന്നെ നീ നല്ലൊരു ജീവിതം കണ്ടുപിടിക്കണം. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നീയും നല്ല നിലയിലെത്തണമെന്ന് എനിക്കും നല്ല ആഗ്രഹമുണ്ട് മോളെ. അപ്പോൾ വേദ ദേഷ്യത്തോടു കൂടി തന്നെ പറഞ്ഞിട്ട്, അതെ അത് തന്നെയായിരുന്നല്ലോ ഏട്ടൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണല്ലോ ഏട്ടൻ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയത്. ഇപ്പോൾ ഇവിടെ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാട്ടോ വേദ. പിന്നെ അവരുടെ മുന്നിൽ വെച്ച് ഞാൻ നാണം കെടുത്താത്തത് എൻ്റെ അച്ഛൻ്റെ മുഖമോർത്തുകൊണ്ട് മാത്രമാണെന്നും പറയും. ഇനി ഞാൻ കാരണം ഒരിക്കലും എൻ്റെ അച്ഛൻ നാണം കെടരുത്, എൻ്റെ അച്ഛൻ്റെ മനസ്സ് വിഷമിക്കരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് ഞാനൊന്നും പറയാത്തത് എന്നൊക്കെ പറഞ്ഞ് വേദ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകും. അന്നേരം ശങ്കരനാരായണൻ ഇങ്ങനെ ശ്രീകാന്തിനോട് ചോദിക്കുന്നത്, ശ്രീകാന്ത് വർഷയുടെ വള തിരിച്ചു കിട്ടിയോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീകാന്ത് പറഞ്ഞിട്ട്, ഇല്ല അച്ഛ, എവിടെ നിന്ന് കിട്ടാനാ, അവനും അവൻ്റെ വീട്ടുകാരും അത് മോഷ്ടിച്ചോണ്ട് പോയി എന്ന് പറയും. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, വിക്രമും വിക്രത്തിൻ്റെ വീട്ടുകാരും ഒരിക്കലും ആ വള എടുത്തിട്ടില്ല. അതുകൊണ്ട് നീ ഏതായാലും അവരെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കൊന്നും വേണ്ട. ഇതിന് പിന്നിൽ വേദ പറഞ്ഞതുപോലെ എനിക്കും നിന്നെ സംശയമുണ്ടെന്ന് പറയുന്ന സമയത്തിന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാനും വർഷയും കൂടി ചേർന്നിട്ട് കള്ളം പറയാണെന്ന് അച്ഛൻ ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ശങ്കരൻ പറയുന്നത്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ആ വള വർഷ ഓർമ്മയില്ലാതെ വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചതായിരിക്കും. നീ നേരെ തിരിഞ്ഞു നോക്ക്, എനിക്ക് ഉറപ്പാണ് ആ വള ഇവിടെ എവിടെയെങ്കിലും കാണുമെന്നും പറയുന്നിട്ട് ശ്രീകാന്ത് ഈ സമയത്തിനെ വള അന്വേഷിച്ചു കൊണ്ടതിന് വേദ ഏതായാലും ശ്രീകാന്തിൻ്റെ മുറിയിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്തിന് വർഷൻ്റെ അച്ഛനെ ഫോൺ ചെയ്ത് കൊണ്ടതിന് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ വേദയെ കാണുന്ന സമയത്തിന് വർഷ ആകെ ഇങ്ങനെ പതറുന്നുണ്ട് എന്ന് മാത്രമല്ല പെട്ടെന്ന് ഫോണൊക്കെ കട്ട് ചെയ്യും.
എന്നിട്ട് എന്താ വേദ നീ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, അല്ല ഏടത്തിൻ്റെ വള മോഷണം പോയത് ഈ മുറിയിൽ നിന്നല്ലേ, അതുകൊണ്ട് എനിക്ക് ഈ മുറി ഒന്ന് പരിശോധിക്കണം. വള ഇവിടെ തന്നെ ഉണ്ടോ എന്ന കാര്യം എനിക്കൊന്നും അറിയണമല്ലോ. എൻ്റെ ഭർത്താവിനെ വീട്ടുകാരെയാണ് ഇവിടെ എല്ലാവരും സംശയം പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഭർത്താവും വീട്ടുകാരും നിരപരാധിയാണ് എന്ന കാര്യം എനിക്ക് തെളിയിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് വേദ അവിടേക്ക് അങ്ങനെ സെർച്ച് ചെയ്യായിരിക്കട്ടെ ആ ഒരു വള. അതോടുകൂടി വർഷ ആകെ പേടിച്ച് വരച്ച് നിൽക്കും. ഇവരുടെ ഈ ഒരു സംസാരം കേട്ട് കൊടുത്തിട്ട് ശങ്കരനാരായണനും ശ്രീകാന്തും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രീകാന്ത് വന്ന് ചോദിക്കുന്നുണ്ട്, വേദി നീ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിക്കും. എടി നിന്റെ ഭർത്താവും വീട്ടുകാരാണ് ആ വള മോഷ്ടിച്ചിരിക്കുന്നത്, അവരാണ് ആ വള കൊണ്ടുപോയിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ വള കാണാത്തതിൻ്റെ പേരിൽ നീ വന്നിട്ട് ഞങ്ങളുടെ മുറിയാണോ പരിശോധിക്കുന്നതെന്ന് ചോദിക്കാട്ടോ. അപ്പോൾ വേദ പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞല്ലോ ശ്രീയേട്ട, ഒരിക്കലും അവരാ വള എടുക്കില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് വള ഈ മുറിയിൽ തന്നെ ഉണ്ടാവും. അന്നേരം ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, അതെന്താ മോൾ അങ്ങനെ ഉറപ്പിച്ച് പറയുന്നത്? മോൾ എങ്ങാനും ആ വള കണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, പക്ഷേ എനിക്ക് നല്ല സംശയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും ഈ മുറിയിലേക്ക് കയറി വരില്ലല്ലോ. അപ്പം മുതലേ എനിക്ക് നല്ല സംശയമുണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോഴേ എന്തെങ്കിലും ഇവിടെ നടക്കുമെന്ന കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഇങ്ങനൊരു സംശയം ഞാൻ ഒരിക്കലും വിചാരിച്ചത്. ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇത് എൻ്റെ കൂടെ വീടാണല്ലോ, അതുകൊണ്ട് എനിക്കിവിടെ കയറാനും ഈ റൂം പരിശോധിക്കാനുള്ള അവകാശമുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ ശ്രീയേട്ട. ശ്രീയേട്ടൻ എന്നങ്ങ് മാറി നിന്നേന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേദ ഏതായാലും അവരുടെ അൽമാരയ്ക്ക് അങ്ങനെ തുറന്നു നോക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ആഭരണപ്പെട്ടി തുറന്നു നോക്കുന്ന സമയത്തിന് അതിലൊരുപാടധികം ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ ഒരു കളവ് പോയ വള മാത്രം അതിൽ കാണുന്നില്ല. അന്നേരം വേദ ആകങ്ങനെ വിഷമത്തോടെ നിൽക്കുമായിരിക്കും. ആ സമയത്തിന് ശ്രീകാന്ത് വർഷം ചോദിക്കുന്നുണ്ട്, എവിടെ വള? നീ പറഞ്ഞത് ആ വള ഞങ്ങൾ എടുത്തു എന്നല്ലേ, ഏതായാലും നീ ആ വള ഇവിടെ നിന്നും എടുത്തിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് വേദയോട് അങ്ങ് ദേഷ്യപ്പെടും. അപ്പോഴേക്കും വേദ പെട്ടെന്ന് തന്നെ ആ ഒരു ഷെൽഫൊക്കെ അടച്ചിട്ട് മേശ തുറന്നു നോക്കുന്ന സമയത്തിന് ആ 4 വളയും അവിടെ തന്നെ ഇരിക്കുന്നതായിട്ട് കാണും. അതോടുകൂടി തന്നെ ശ്രീകാന്തും വർഷയും ആകങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. വേദ ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് ആ ഒരു 4 വളയും കയ്യിലിങ്ങനെ എടുത്തിട്ട് ഉയർത്തിപ്പിടിച്ച് കാണിച്ചു കൊടുക്കട്ടോ. ആ സമയത്തിന് ശങ്കരനാരായണൻ ഭയങ്കര അങ്ങ് ദേഷ്യപ്പെട്ടുകൊണ്ട് ശ്രീകാന്തിനെ വർഷം ഇങ്ങനെ നോക്കും. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പിടിക്കപ്പെട്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് രണ്ടുപേരും ആകെ ചമ്മി തല താഴ്ത്തി ഇങ്ങനെ തല കുനിച്ച് നിൽക്കുക. വേദ വളയും പൊക്കി പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ദേ അച്ഛ, ഇതാണ് വള. അച്ഛൻ നേരെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും ദീപ്തി മോളെയും അതുപോലെ അമ്മ പത്മത്തിനെയൊക്കെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ച് വരുത്തും. എല്ലാവരും അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം വേദ പറഞ്ഞിട്ട്, ദേ കണ്ടില്ലേ, വിക്രമും വിക്രമിൻ്റെ വീട്ടുകാരും ഇവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ ആ വളകളാണിത്. വർഷേട്ടത്തി കണ്ടില്ലെന്ന് പറഞ്ഞ അതേ വളയാണിത് എന്നിങ്ങനെ പറയുന്ന സമയത്തിന് മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ മോളെ, ഈ വളകളൊക്കെ എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കും. അന്നേരം വേദ പറഞ്ഞിട്ട്, മുത്തശ്ശി ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അതും ഇവരുടെ മേശക്കകത്ത് നിന്നാണ് കിട്ടിയത്. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ഈ വള മനഃപൂർവ്വം ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് വർഷെടുത്തി അത് കളവ് പോയി എന്ന് കള്ളം പറഞ്ഞു. മനഃപൂർവ്വം വിക്രത്തിനെയും വിക്രത്തിൻ്റെ വീട്ടുകാരെയും അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരുക്കിയ പ്ലാനാണിത് എന്നൊക്കെ പറയും. ആ സത്യം എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ കൂടെ പോവാതെ ഞാൻ ഇവിടെ തന്നെ നിന്നത്. ആ വളകൾ കണ്ടുപിടിക്കണമെന്ന് ഞാൻ ആദ്യമേ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. വിക്രമും വിക്രമത്തിൻ്റെ വീട്ടുകാരെല്ലാം നിരപരാധികളാണ് എന്ന സത്യം എനിക്ക് തെളിയിക്കണമായിരുന്നു. അല്ലാതെ ഞാൻ ഒരിക്കലും അവരെ എല്ലാവരെയും ഉപേക്ഷിച്ച് ഇവിടെ നിന്നതൊന്നുമല്ല. പിന്നെ ഈ സത്യം എനിക്ക് എൻ്റെ അച്ഛനെ ബോധ്യപ്പെടുത്തണമായിരുന്നു. അതിനൊക്കെ തന്നെയാണ്, സത്യമെല്ലാം തെളിയിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അവരുടെ കൂടെ പോവാതെ ഇവിടെ തന്നെ നിന്നതെന്നൊക്കെ പറയാട്ടോ വേദ. ഇപ്പോഴെങ്കിലും അച്ഛന് സത്യമെല്ലാം മനസ്സിലായില്ലേ? വിക്രമും വിക്രത്തിൻ്റെ വീട്ടുകാരും നിരപരാധികളാണ് എന്ന കാര്യം ഇപ്പോഴെങ്കിലും അച്ഛന് മനസ്സിലായില്ലേ അച്ഛാ? ഇനിയെങ്കിലും ഇവരോടൊന്ന് പറയണം, വിക്രത്തിൻ്റെ വീട്ടുകാരെ ദ്രോഹിക്കരുത് എന്നൊന്ന് പറയണം. ഇനിയെങ്കിലും വിക്രത്തിനെ ഒന്ന് വെറുതെ വിടാൻ പറയണം. ഇനിയെങ്കിലും ഞങ്ങളൊന്ന് മനസ്സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ എന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ ശങ്കരൻ അങ്ങ് ദേഷ്യം വന്നു കൊടുത്തിട്ട് ശ്രീകാന്തിന് വഴക്ക് പറയണേ, എടാ നീ ഇത്രമാത്രം തരം താഴ്ന്നു പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ശ്രീകാന്തേ. എന്നാലും വർഷയിൽ നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഞാൻ വിചാരിച്ചിരുന്നില്ല. ഇനി നിങ്ങളെ രണ്ടുപേരെയും ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഒരു കാര്യം നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇന്നത്തോടെ എനിക്ക് ബോധ്യപ്പെട്ടു. അന്നേരം മുത്തശ്ശി പറഞ്ഞിട്ട്, ശങ്കര, വിക്രമും വിക്രത്തിൻ്റെ വീട്ടുകാരും വളരെയധികം വിഷമിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് നമുക്ക് അവരോട് മാപ്പ് പറയണം. വർഷമോളെ കൂട്ടിയിട്ട് ശങ്കരൻ അവരുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്ന സമയത്തിന് ശങ്കരനാരായണൻ പറഞ്ഞിട്ട്, ഞാൻ മാത്രമല്ല ശ്രീകാന്തും വർഷയും എൻ്റെ കൂടെ വരണം. അവരോട് ഇത്ര നേരം കയർത്ത് സംസാരിച്ചതിനെല്ലാം തന്നെ അവരുടെ മുഖത്ത് നോക്കിയിട്ട് മാപ്പ് പറയണം. വേദമോളെ വാ, റെഡിയാവ്, ശ്രീകാന്ത് വർഷയെ എൻ്റെ കൂടെ വരാൻ നോക്ക് എന്നൊക്കെ പറയട്ടെ ശങ്കരനാരായണൻ. അന്നേരം വേദക്ക് ഭയങ്കര സന്തോഷമായിരിക്കണം. അച്ഛൻ്റെ കൂടെ തന്നെ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര സന്തോഷത്തിൽ വേദം നിൽക്കുന്ന സമയത്തിന് ശ്രീകാന്തും വർഷയും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ നാണം കെട്ട് നാറി തല കുനിച്ച് നിൽക്കുകയാണ്. ഇതേ സമയത്തിന് വിക്രത്തിൻ്റെ വീട്ടുകാരെല്ലാവരും ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുമായിരിക്കും. എങ്ങനെയെങ്കിലും രണ്ട് കുടുംബക്കാരും വളരെ സ്നേഹത്തോടെ ഒന്നിക്കാമെന്ന് വിചാരിച്ച ആ അവസരം പോലും ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ ചിന്തിച്ച് അവർ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. അച്ചമ്മയും കമലമ്മയും മാഷൊക്കെ ഭയങ്കര സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്തിന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നന്ദിനി ഭയങ്കര സന്തോഷത്തിലുമായിരിക്കും കേട്ടോ. ആ സമയത്തായിരിക്കും ശങ്കരനാരായണൻ ഇവരെ 3 പേരെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നത്. ശങ്കരനാരായണൻ്റെ കൂടെ വേദിയും ശ്രീകാന്തും വർഷയും എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നതും കൊണ്ട് തന്നെ മാഷും കമലമ്മയൊക്കെ ആകെ അമ്പരന്ന് നിൽക്കാൻ. ശങ്കരനാരായണൻ വന്നിട്ട് വിക്രം എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്തിന് അവൻ ഇവിടെ ഇല്ല, അവൻ വർക്ക്ഷോപ്പിലേക്ക് ജോലിക്ക് പോയി എന്ന് പറയും. അന്നേരം ശങ്കരനാരായണൻ പറഞ്ഞിട്ട്, വിക്രമിനെ വിളിക്കണം, അവനോട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയണം.
അന്നേരം ഞാനിപ്പോൾ അവനെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് കമലമ്മ ഏതായാലും വിക്രത്തിനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. സുധാകരൻ മാഷ് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കും. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും നിർത്തിയിട്ട് അഭിമാനിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടുകാരെ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കാട്ടോ മാഷ്. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഇല്ല ഒരിക്കലും അങ്ങനെയല്ല മാഷെ, നിങ്ങളോട് എല്ലാവരുടെയും നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് മാപ്പ് ചോദിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ചെയ്ത തെറ്റിനെല്ലാം തന്നെ മാപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയും. എന്നിട്ട് ശ്രീകാന്ത് എന്ന് പറയുന്ന സമയത്തിന് ശ്രീകാന്ത് പറയുന്നത്, മാഷ് എന്നോട് പൊറുക്കണം, ചെയ്ത തെറ്റിനെല്ലാം മാപ്പ് എന്നൊക്കെ പറയും. ആ വള മോഷ്ടിച്ചതൊരിക്കലും നിങ്ങളോ നിങ്ങളുടെ വീട്ടുകാരും തന്നെയല്ല, ആ വള ഞങ്ങളുടെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. വർഷം ഓർമ്മയില്ലാതെ ആ വളകൾ അവിടെ നിന്നും മാറ്റി വെച്ചിരുന്നു, അത് പറയാനാണ് ഞങ്ങൾ വന്നത് എന്നൊക്കെ പറയും. അന്നേരം വർഷ പറയുന്നുണ്ട്, മാഷ് ഞങ്ങളോട് ക്ഷമിക്കണം, എൻ്റെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയാട്ടോ. എന്നാൽ ഇവരുടെ ഈ ഒരു സംസാരമെല്ലാം കേട്ടുകൊണ്ടായിരിക്കും വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവരെല്ലാവരും വേദയുടെ വീട്ടുകാരെല്ലാം അവരെ കാണുന്ന സമയത്തിന് വിക്രത്തിന് ആകെ ഷോക്കായിരിക്കും. വിക്രം നേരെ വേദയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് നിന്റെ വീട്ടുകാരൻ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? ഇനി അടുത്ത പ്രശ്നത്തിനാണ്. അന്നേരം ശങ്കരനാരായണൻ ഇങ്ങനെ വിക്രത്തിനോട് പറയുന്നുണ്ട്, വിക്രത്തിന് വേദനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അവിടെ തെറ്റുപറ്റിയിരിക്കുന്നത് ശ്രീകാന്തിനും വർഷക്കുമാണ്. ആ വള അവരുടെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. തെറ്റുപറ്റിയതിന് അവർ അച്ഛനോടും അച്ഛമ്മയോടും എല്ലാവരോടും മാപ്പ് പറഞ്ഞു. അങ്ങനെ നേരിട്ട് മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ആ വളകളെല്ലാം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങളെ അപമാനിച്ചതിൽ ശ്രീകാന്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണെന്നൊക്കെ പറയട്ടെ ശങ്കരൻ. ഞങ്ങൾ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ഇനി വേദമോളെ മോനൊന്നും പറയരുതെന്നിങ്ങനെ ശങ്കരനാരായണൻ പറയുന്ന സമയത്തിന് വിക്രം ഭയങ്കര ദേഷ്യപ്പെട്ട് ശ്രീകാന്തിനെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ശ്രീകാന്തിനോട് പറഞ്ഞിട്ട്, എടാ ഇവിടെ കൊണ്ട് എല്ലാം നീ അങ്ങ് അവസാനിപ്പിച്ചോ, അതാണ് നിനക്ക് നല്ലത്. ഇനിയും ഇതുപോലെ പ്രശ്നങ്ങളുമായിട്ട് വന്നാൽ പിന്നെ ഈ വിക്രം എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. വിക്രം ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുന്നതും കണ്ടുകൊണ്ടതിന് സുധാകരൻ മാഷ് പറഞ്ഞിട്ട്, വീട്ടിൽ വരുന്നവരോട് നല്ല രീതിയിൽ തന്നെ പെരുമാറണം, അതാണ് ഈ വീടിൻ്റെ രീതി എന്ന് പറയുന്ന സമയത്തിന് പിന്നെ വിക്രം ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും ശ്രീകാന്ത് ഇങ്ങനെ വിക്രത്തിനോട് പറഞ്ഞിട്ട്, സോറി വിക്രം, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞങ്ങളോട് ക്ഷമിക്കണമെന്നൊക്കെ പറയാട്ടോ. ആ സമയത്തിന് വിക്രം ഒന്നും തന്നെ മിണ്ടുന്നില്ല. അന്നേരം വേദ വിക്രത്തിനോട് പറഞ്ഞിട്ട്, ഞാൻ നിങ്ങളുടെ കൂടെ അന്നേരം വരാതിരുന്നത് എൻ്റെ വീട്ടുകാരെ വിശ്വസിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നുമല്ല. എൻ്റെ വീട്ടുകാർ നിങ്ങളെ അപമാനിച്ച് വിട്ടതോടുകൂടി തന്നെ എനിക്ക് സത്യം അറിയണമായിരുന്നു, ആ വളകൾ എവിടെയാണെന്ന്. സത്യം എനിക്ക് കണ്ടുപിടിക്കണമായിരുന്നു. ഇതിൻ്റെ പുറകിൽ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആ സമയത്ത് നിങ്ങളുടെ കൂടെ വരാതിരുന്നത്. അല്ലാതെ നിങ്ങൾ കരുതും പോലെ നിങ്ങളുടെ വീട്ടുകാരുടെ കൂടെ വരാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ അവിടെ നിന്നത്. എന്നിങ്ങനെ വേദ പറയുന്ന സമയത്തിന് വിക്രം ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ വേദയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം ശങ്കരനാരായണൻ പറയുന്നത്, കഴിഞ്ഞതെല്ലാം തന്നെ എല്ലാവരും മറക്കണം, എന്നിട്ട് രണ്ട് കൂട്ടുകാരും ഭയങ്കര സ്നേഹത്തോടെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിക്രവും വേദയും ഒന്നാവണമെന്ന് ദൈവനിശ്ചയമാണ്. ഇനി ഒരിക്കലും നമ്മളായിട്ട് അത് ഇല്ലാതാക്കാനൊന്നും നിൽക്കണം. ശങ്കരനാരായണൻ്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് വിക്രത്തിനും വേദക്കും ഒരുപാടധികം സന്തോഷമാവുന്നുണ്ടെങ്കിലും ശ്രീകാന്തിന് ഭയങ്കര അങ്ങ് ദേഷ്യം വരാട്ടോ. ശങ്കരനാരായണൻ നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമായിരിക്കും വിക്രത്തിനോട് അവൻ ആ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ മാപ്പ് പറഞ്ഞത്. ഇതെല്ലാം കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ നിൽക്കുമായിരിക്കും നന്ദി. കാരണം വേദ അങ്ങോട്ട് ഇനി വരില്ല എന്നൊക്കെ വിചാരിച്ചു കൊണ്ടതിന് രാധയ്ക്ക് വിളിച്ച് ഒത്തിരിയധികം പ്രതീക്ഷയൊക്കെ കൊടുത്തതില്ലേ നന്ദിനി. അതോടുകൂടി തന്നെ നന്ദിനിക്ക് ഭയങ്കര ദേഷ്യം വരട്ടോ ഇതൊക്കെ കാണുമ്പോൾ. ശങ്കരനാരായൺ വളരെയധികം സ്നേഹത്തോടെ വിക്രത്തിനോട് സംസാരിക്കുന്ന സമയത്തിന് അതിലേറെ സ്നേഹത്തോടു കൂടി തന്നെ ആയിരിക്കട്ടെ വിക്രം പിന്നെ വേദയെ നോക്കുന്നതൊക്കെ. അങ്ങനെ ആ ഒരു സംഭവത്തോടു കൂടി തന്നെ പിന്നീട് അങ്ങോട്ടേക്ക് വിക്രം വേദയെ ഒരുപാടങ്ങ് സ്നേഹിച്ചു തുടങ്ങും. അങ്ങനെ വിക്രവും വേദയും എല്ലാ അർത്ഥത്തിലും ഒന്നാവുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.